ഹായ് എവ്രി വൺ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മലയാളത്തിലെ അനുകമ്പ എന്ന ചാപ്റ്ററാണ്. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ശ്രീനാരായണ ഗുരു 1914 രചിച്ച കൃതിയാണ് അനുകമ്പ ദശകം. അതിലെ ഒരു ചെറിയ പാഠഭാഗമാണ് അനുകമ്പ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പറയുന്നത് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. മനുഷ്യരോടായാലും മറ്റ് സകല ജീവികളോടും നമ്മൾ കരുണ കാണിക്കണം. മനുഷ്യരോടായാലും ജീവികളോടായാലും അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തെരുമേ വിട്ടകലാതെ ചിന്തയും. അനുകമ്പ എന്ന് പറഞ്ഞാൽ ദയ, കാരുണ്യം എന്നാണ് അർത്ഥം. അനുകമ്പ എന്നത് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് എല്ലാ ജീവികൾക്കും ദയയും കരുണയും കാണിക്കേണ്ടതാണ്. ഒരു ചെറിയ ഉറുമ്പിന് പോലും എന്നിൽ നിന്ന് ഒരു വേദനയും ഉണ്ടാകരുതെന്ന് എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ്. കരുണാകര എന്ന് പറഞ്ഞാൽ ഈശ്വര എന്നാണ് അർത്ഥം. കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയും. അതായത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. അടുത്ത വരി നോക്കാം. അരുളൽ വരുമിമ്പം അൻപകന്നൊരു നെഞ്ചൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലിനിൻ കരുവാകും കരുവാമിതേതിനും. അതായത് ഇരുളെന്നാൽ കാരുണ്യം എന്നാണ് അർത്ഥം. ഇമ്പം എന്ന് പറഞ്ഞാൽ സന്തോഷം. അതായത് കാരുണ്യമുള്ള മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടും. കാരുണ്യമില്ലാത്ത മനസ്സുള്ള ആളുകൾക്ക് എപ്പോഴും ദുഃഖം മാത്രമാണ് ഉണ്ടാവുക. ഇരുളൻപിനെ മാറ്റുമല്ലിനിൻ കരുവാകും കരുവാമിതേതിനും. അങ്ങനെ പറഞ്ഞാൽ ഇരുളെന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ മനസ്സ്, അല്ലെങ്കിൽ നല്ലതല്ലാത്ത ചിന്താഗതി, അതിനൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇരുട്ട് നിറഞ്ഞ മനസ്സുള്ള ആളുകൾ കാരുണ്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവിതാരകം അരുളുള്ളവനാണ് ജീവിയെന്നു ഒരു വിട്ടയിടുകയും നവാക്ഷരി. അതായത് അരുള്, അൻപ്, അനുകമ്പ ഇതൊക്കെ മനുഷ്യർ ജീവിതത്തിൽ പാലിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾക്കും അർത്ഥം ഒന്നാണ്. അരുളുള്ളവനാണ് ജീവി എന്ന് ഈ ഒരു നവാക്ഷരി, അതായത് ഈ 9 അക്ഷരങ്ങൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മറക്കാതെ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അരുളില്ലായതെങ്കിൽ അസ്ഥി തോൾ സിര നാറുന്നൊരുടുമ്പ് താനവൻ മരുവിൻ പ്രവഹിക്കുമുമ്പവ് പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അരുളില്ലാത്തവൻ അതായത് കാരുണ്യമില്ലാത്തവൻ തോലും ഞരമ്പുകളും, സിര എന്ന് പറഞ്ഞാൽ ഞരമ്പ് എന്നാണ്, നറുന്നൊരുടുമ്പാണ്. അതായത് നാറുന്ന ഒരു ശരീരമാണ്. അതായത് ശരീരം കൊണ്ടുള്ള അഹങ്കാരമല്ല വേണ്ടത്, അതിനുള്ളിലെ മനസ്സിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മരുവിൻ പ്രവഹിക്കുമുമ്പ് പുരുഷവൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അതായത് മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നും, പക്ഷേ അവിടെ വെള്ളമില്ല. അതുപോലെയാണ് മനസ്സിൽ അനുകമ്പ ഇല്ലാത്തവർ. അതായത് ശരീരമുണ്ട്, പക്ഷെ മനസ്സിൽ അനുകമ്പ ഇല്ല. അത് ഏതുപോലെയാണെന്ന് പറയുന്നത്, മരുഭൂമിയിൽ വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നും. അതുപോലെയാണ് ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.